ഹായ്, ഇന്ന് നമ്മൾ നിലമ്പൂരിൽ നിന്ന് പാലക്കാട്ടേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ പാലക്കാടേക്ക് പോകുമ്പോൾ ഈ നിലമ്പൂർ റെയിൽവേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ റെയിൽവേ പാളങ്ങളിൽ ഒന്നാണ് കേട്ടോ നിലമ്പൂർ റെയിൽവേ. ഇത് 1923 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത്. പിന്നെ 1927 പണി പൂർത്തിയായിങ്ങാണ്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് കേട്ടോ. അവർ ഇതുവഴിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തേക്കും മറ്റു സാധനങ്ങളൊക്കെ UK കടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അവർ ഈ പാലം പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. പിന്നെ 1953 ഇന്ത്യൻ റെയിൽവേ ആണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. 1954 നമുക്കായിട്ട് ഇത് തുറന്നു തരികയും ചെയ്തു. അങ്ങനെ നമ്മൾ പാലക്കാടെത്തി. പാലക്കാട് റോപ്പ് വേയിലാണ് നമ്മളിന്ന് കയറാൻ പോണത്. അങ്ങനെ പാലക്കാടിൻ്റെ റോപ്പ് വേയിൽ കയറിയതിലുള്ള പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ താങ്കൾ കണ്ടോളി. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ ഇതിൽ യാത്ര ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടാവും, ഒരുപാട് ആളുകളുണ്ടാവും. കുറേ ആൾക്കാർ യാത്ര ചെയ്തവരും ഉണ്ടാവും. കുറേ ആളുകൾ മലമ്പുഴയെ കണ്ടുങ്ങാണ്ട് മടങ്ങലേക്കാരം. കൂടുതൽ ആളുകൾ ഗാർഡനും മറ്റു സാധനങ്ങളൊക്കെ കണ്ടുങ്ങാണ്ട് മടങ്ങലാണ്. കാരണം റോപ്പ് വേക്ക് ഭയങ്കര ചാർജ് ആയിക്കാരം ഈടാക്കുക എന്നൊക്കെ അവർ വിചാരിക്കും. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റോപ്പ് വേ ആയിട്ടാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. കാരണം 1990 ഇതിൻ്റെ പണി തുടങ്ങുന്നത് എന്നാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അതേമാതിരി ഇന്ത്യ സ്വതന്ത്രം കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഈ അണക്കെട്ട് ഇവിടെ നിർമ്മിക്കുന്നത്. അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന കാമരാജ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നെ പരിപൂർണമായിട്ടും പാലക്കാടേക്ക് തന്നെയാണ് ഇതിൻ്റെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാതെ മുല്ലപ്പെരിയാർ പോലെ പുറത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നില്ല. പിന്നെ ഇതിൻ്റെ മേലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതൊരു വേറെ വൈബ് തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞാൽ കിട്ടൂല, അത് അനുഭവിച്ചറിയ തന്നെ വേണം. അത്രക്ക് മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും. പശ്ചിമഘട്ടത്തിൻ്റെ മരതക കടലിൽ നിന്ന് തന്നെ പറയാം. ഇവിടുത്തെ ഈ സംഗതികൾ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അനുഭവിച്ച് തന്നെ അറിയണം. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ റോപ്പ് വേ ഉപയോഗിക്കണേ. ഒന്നാമത്തെ കാരണം അവിടെ ഗാർഡനിൽ പണി നടക്കിയത് കാരണം അങ്ങോട്ട് ആരെയും അവർ പ്രവേശിപ്പിക്കണില്ല ഇപ്പോൾ. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ നിലമ്പൂരിൽ നിന്നൊക്കെ അങ്ങോട്ട് ട്രെയിൻ വഴി പോരാൻ ചെറിയ പൈസക്ക് തന്നെ നമുക്ക് പോയിട്ട് ഇത് കാണാൻ പറ്റുമോ. റോപ്പ് വേക്ക് ആകെ 70 രൂപയാണ് ഒരാൾക്ക് അവർ ഈടാക്കുന്നത്. അതും 600 മീറ്റർ. അങ്ങനെ നമ്മൾ റോപ്പ് വേ അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങനെ തിരിച്ചു വന്ന് ഇനി ഇതിൻ്റെ മേലെ കൂടെ ഒക്കെ പോരുമ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ കാണുന്നത്. അത് നമ്മളവിടെ ഇറങ്ങി ഇനി നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കാണ് കേട്ടോ കയറാൻ പോകുന്നത്. അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡാമും അതിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ ഉഷാറായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ദൂരദർശിനി എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ മേലെ കയറി ചെല്ലുമ്പോഴാണ് ഈ ഡാമിൻ്റെ നിർമ്മാണത്തെ പറ്റിയുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഫോട്ടോ എടുക്കാനും അതുപോലെ നമുക്കവിടെ വീഡിയോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ. കാരണം ഇതൊരു ഹാർട്ട് ഗാലറി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചെങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അത്ഭുതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഈ ഡാം ഇവിടെ പണിയണത്. അങ്ങനെ അതിൻ്റെ മേലിന് കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇത് പാലക്കാടേക്ക് തന്നെയാണ് ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള വെള്ളം കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. നമുക്ക് പശ്ചിമഘട്ടത്തിന് അടുത്തറിയാൻ കൂടി വേണ്ടിയിട്ട് സാധിക്കും. ഡാമിൻ്റെ ഉൾവശത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ അത്ഭുത നിർമ്മിതി കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡാമിൻ്റെ മുകളിൽ നല്ല കാറ്റാണ് കേട്ടോ. പിന്നെ സ്നേക്ക് പാർക്കും അക്വേറിയൊക്കെ ഇവിടെ വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പാലക്കാടിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും വിട പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്.